ഒരു മണിക്കൂർ, അരമണി. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സാം ഒക്കെ ആവാറായിട്ടുണ്ട്. മോഡൽ എക്സാം ഒക്കെ അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ക്ലാസ് കുറച്ച് സ്പീഡിൽ എടുക്കണം കേട്ടോ. നമുക്ക് അധികം ദിവസം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് കുറച്ചും കൂടെ സ്പീഡിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ 16ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 16 ആണ്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ 16ാമത്തെ ചാപ്റ്റർ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം ജോയിൻ ചെയ്യാം. നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് 2 ചാപ്റ്ററെങ്കിലും ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ 16ഉം 17ഉം ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക. 16ാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ 17ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 16ഉം 17ഉം കേട്ടോ. 2 ചാപ്റ്റർ നമുക്കിന്ന് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ചാപ്റ്റർ 16ഉം 17ഉം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക. ചാപ്റ്റർ 16ലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചെറിയൊരു പെൺകുട്ടി, ഓക്കെ, ആരാധന എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ അവളുടെ ഒരു ജനന സത്യം, അല്ലെങ്കിൽ അവള് അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു സത്യം അവള് ഈ കഥയിൽ മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് ഞാൻ സത്യം അറിയണം എന്ന ടൈറ്റിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവളൊരു അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു സത്യം അവളിലേക്ക് എത്തിപ്പെടുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറി നോക്കാം. എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് മോഡൽ എക്സാം റിവിഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം എന്താണ്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ നെയിംഡ് ആരാധന. ഓക്കെ, അപ്പൊ നമ്മൾ ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ഷീ വാസ് എ ഗുഡ് ഡാൻസർ അല്ലെ. അവൾ ആരായിരുന്നു? അവള് ഒരു ചെറിയ പെൺകുട്ടിയാണ്, ആരാധന എന്നാണ് പേര്. അതുപോലെ തന്നെ അവൾ ഒരു നല്ലൊരു ഡാൻസർ കൂടിയായിരുന്നു. നല്ലൊരു ഡാൻസ് എന്താണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ വരുന്ന മെയിൻ ക്യാരക്ടർ ആരാധന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അവൾക്ക് അമ്മ, ചേച്ചി, അനിയൻ, മുത്തശ്ശൻ, അങ്ങനെ 2-3 ഒരു കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലുള്ള ഒരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവളുടെ നല്ല ഈ പെർഫോമൻസും അല്ലെ, നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ നല്ലൊരു കുട്ടി. അതുകൊണ്ട് എന്താണ്, അവള് ഡാൻസ് കളിക്കുന്ന ആ സ്കൂളിൽ, ഡാൻസ് പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ ഒരു ഇനാഗ്രേഷൻ പരിപാടി വയ്ക്കും കേട്ടോ. അവിടെ ഇനാഗ്രേഷന് നന്നായിട്ട് ഡാൻസ് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പ്രോഗ്രാമാണ് അവര് ഇനാഗ്രേഷന് ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത്. ഷീ വാസ് എ ഗുഡ് ഡാൻസർ. നമ്മൾ നല്ലൊരു ഡാൻസർ എന്ന് പറഞ്ഞല്ലോ. എ ഡാൻസ് ബൈ ആരാധന ഈസ് ദ ഇനാഗ്രൽ ഐറ്റം ഓഫ് ദ
ആനുവൽ ഡാൻസ് ഷോ കണ്ടക്ടഡ് ബൈ കമല ദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ പരിപാടികൾ ഇവളുടെ ഒരു ഐറ്റത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആരാധനാസ് യങ്ങർ സിസ്റ്റർ പ്രൈസ്ഡ് ഹെയർ വെരി മച്ച് ആൻഡ് ടോൾഡ് ഹെർ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ഇവളുടെ അനിയത്തി ഇവളോട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ, നിന്റെ കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറയോ? പേജ് നമ്പറും ഏതാണെന്നൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പേജ് നമ്പർ 137 ആണ്, ചാപ്റ്റർ 16 ആണ് ഇന്ന് എടുക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ആരാധനാസ് യങ്ങർ സിസ്റ്റർ. അപ്പൊ ആരാധനയുടെ അനിയത്തി എന്താണ് ചെയ്യുന്നത്? ആരാധനയുടെ അനിയത്തി അവളെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. നിന്നെ കാണാൻ രസമുണ്ട്, നിന്റെ ഡ്രസ്സ് കൊള്ളാലോ, നല്ല മേക്കപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പുകഴ്ത്തുന്നുണ്ട്. പ്രമീല their aunt came along with their grandmother to the backstage before ആരാധനാസ് ഡാൻസ്. അപ്പൊ എല്ലാവരും അവിടെ മുമ്പില്, സ്റ്റേജിന്റെ മുമ്പിൽ അവളുടെ മുത്തശ്ശൻ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂട്ടിയിട്ട് ആരാധനയുടെ പെർഫോമൻസ്, അവളുടെ ആണല്ലോ ഫസ്റ്റ് ഐറ്റം, അപ്പൊ അവളുടെ ഡാൻസ് ഐറ്റം കാണാനായിട്ട് എല്ലാവരും ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോ അവളുടെ ഒരു ആന്റി ഉണ്ട്, പ്രമീള എന്ന് പറയുന്ന ഒരു ആന്റിയും അവളുടെ മുത്തശ്ശിയും കൂടി അവളെ കാണാനായിട്ട് സ്റ്റേജിന്റെ ബാക്കിലേക്ക് വരികയാണ്. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അവിടെയാണ്. അപ്പൊ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടു ടോക്ക് ഫോർ എ വൈൽ, അവളോട് ഒരു 2-3 മിനിറ്റ് സമയം ഈ ആന്റി, പ്രമീള എന്ന് പറയുന്ന ആന്റി അവളോട് സംസാരിക്കുകയാണ്. പ്രമീള വാസ് ആൻ ഇൽ മൈൻഡഡ് പേഴ്സൺ. പ്രമീള എങ്ങനെയായിരുന്നു? ഒരു മനസ്സത്ര നല്ലതല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കുശുമ്പൊക്കെ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, അങ്ങനെയുള്ളതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ലേഡി ആയിരുന്നു ഇവരുടെ ഈ പ്രമീള എന്ന് പറയുന്ന ആന്റി. അപ്പൊ ഈ ആന്റി എന്താണ്? ആന്റി അത്ര നല്ല അഭിപ്രായമല്ല, ആന്റിനെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല. അവര് നമ്മളോട് സംസാരിക്കാൻ വരുന്നതും എന്ത് തന്നെയായിരിക്കും? എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ആളാണ് ഈ പ്രമീള എന്ന് പറയുന്ന ആന്റി. ലേറ്റർ ആരാധന came to her the conversation between പ്രമീള and her grandmother. അങ്ങനെ ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നു. അതിനുശേഷം ആരാധന ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന കേൾക്കുകയാണ്. എന്താണ് ഇവര് സംസാരിക്കുന്നത്? She got upset after hearing that she was an adopted child. അപ്പോൾ ഈ പ്രമീള എന്ന് പറയുന്ന ആന്റി അവളുടെ പെർഫോമൻസിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അവർക്ക് അവളെ എന്തെങ്കിലും ഒന്ന് ഡെസ്പ് ആക്കണം, അല്ലെങ്കിൽ അവളെ ഒന്ന് തകർത്ത് കളയണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും അവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ മുത്തശ്ശിയോട് ഇവര് സംസാരിക്കുകയാണ്. ആരാധന അവളുടെ മോളല്ലല്ലോ, നിങ്ങളുടെ മകളുടെ കുട്ടിയല്ല, അവളെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാണ്. എന്തിനു വേണ്ടി തന്നെയാണ്? ആരാധനെ ഈ സത്യം അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ആരാധന എന്തായി? കറക്റ്റ് സമയത്ത് ഇവര് പറയുന്നത് ഈ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്തു, അത് കേൾക്കുകയും ചെയ്തു. അത് കേട്ടതോടുകൂടി എന്താണ് അവൾക്ക് ആകെ വിഷമമായി, അവൾ ഭയങ്കര അപ്സെറ്റ് ആയി. ഹെർ മദർ ട്രൈ ടു കൺസോൾ ഹിയർ. അപ്പൊ അവളുടെ അമ്മ എവിടെ ഉണ്ടായിരുന്നു? അവളുടെ അമ്മ നോക്കുമ്പോൾ ആരാധന ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അവളെ തന്നെ ഇങ്ങനെ ആകെപ്പാടെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സങ്കടത്തിലേക്ക് വന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് അങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ? ഇല്ല, കാരണം അവളുടെ പെർഫോമൻസ് ആണ് ഫസ്റ്റിലെ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷമം ഒന്നും പാടില്ല. കാരണം ഡാൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? മുഖത്ത് നല്ല ഫുൾ ഗ്രേസോട് കൂടി ഡാൻസ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവളുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഹെർ മദർ ട്രൈ ടു കൺസോൾ ഹിയർ. അവളുടെ അമ്മ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞല്ലേ, അവർക്ക് അറിയില്ലല്ലോ, നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെ അവർ ഒരുപാട് സമാധാനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഈ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് അവസാനം എന്തായി? ആരാധന വിത്ത് എ ഹെവി ഹേർട്ട്, അവസാനം വളരെയധികം വിഷമത്തോടു കൂടി അല്ലെ. ഇത്രയും നാളും സ്വന്തമാണെന്ന് കരുതിയ അച്ഛനും അമ്മയും അനിയത്തിയും മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെ, അങ്ങനെ ഒരുപാട് പേരുടെ ഇടയിലാണ് അവർ വളർന്നത് അല്ലെ. പക്ഷെ എന്താണ് ഈ ഒരു കാരണം അല്ലെ, ഈ ഒരു വാക്കുകൾ കേട്ടപ്പോ തന്നെ അവളുടെ മനസ്സിൽ ഒരുപാട് വിഷമം, ഒരുപാട് അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വിത്ത് എ ഹെവി ഹേർട്ട്, ഒരുപാട് കഠിന ഹൃദയം അല്ലെ, അല്ലെങ്കിൽ കട്ടിയുള്ള ഹൃദയത്തോടു കൂടി ഡാൻസ് ഓൺ ദ സ്റ്റേജ്. അവൾ എന്ത് ചെയ്തു? അവളുടെ ആ ഒരു പെർഫോമൻസിന്റെ സമയമായപ്പോൾ ഡാൻസ് സ്റ്റേജിൽ കയറി കളിച്ചു. ഫോർ ഹെർ മദർ, ആർക്ക് വേണ്ടിയിട്ടാണ്? അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും വലിയ ആ ഒരു വിഷമ വാർത്ത അറിഞ്ഞിട്ടും അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ ആ സ്റ്റേജിൽ കയറി ആ ഡാൻസ് കളിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് അവൾക്ക് അല്ല, ഞാനൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആണോ, എന്താണ് അതിന്റെ പിന്നിലെ, ആന്റി പറഞ്ഞത് ശരിയാണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവൾക്ക് ആരിൽ നിന്ന് തന്നെ അറിയണമായിരുന്നു? അവളുടെ അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അവൾക്ക് കേൾക്കണമായിരുന്നു അല്ലെ. അപ്പൊ അവള് ഡയറക്റ്റ് ആയിട്ട് അമ്മയോട് പോയി ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്ത് പറയുന്നുണ്ട്? ശരിയാണ്, ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ്, പക്ഷെ
ഇന്ന് വരെ അല്ലെ, ഈ നിമിഷം വരെ നീ ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന രീതിയിൽ നിന്നോട് ഞങ്ങൾ പെരുമാറിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോടുള്ള സ്നേഹം അല്ലെ, അവളെ ഇത്രയും നാളും വളർത്തിയ സ്നേഹം, അവളോട് ആ നിമിഷം വരെ കാണിച്ച ആ ഒരു കളങ്കമില്ലാത്ത സ്നേഹത്തെ അമ്മ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതോടുകൂടി എന്താണ്, പ്രമീള ആന്റി പറഞ്ഞത് ഒരു സത്യമാണ് അല്ലെ, അവൾ അമ്മയുടെ വായിൽ നിന്ന് തന്നെ അത് കറക്റ്റായിട്ട് അറിയുകയും ചെയ്തു. എന്നിരുന്നാലും അവർക്ക് അവളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഇത്രയും നാളും ഉണ്ടായിരുന്നത് അല്ലെ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം അവൾക്കുള്ളത് കൊണ്ട് എന്താണ്, അവളുടെ അമ്മയുടെയും അവരുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അത്രയും മനസ്സിൽ ദുഃഖം നിറഞ്ഞിരുന്നിട്ടും അവൾ എന്ത് ചെയ്തു, അവള് വളരെ ഭംഗിയായിട്ട് വിത്ത് ഫുൾ ഗ്രേസ് അല്ലെ, നല്ലതായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ നല്ല മുഖത്തൊക്കെ നല്ല ഭാവവും നല്ല സന്തോഷമൊക്കെ വേണ്ടേ, അപ്പൊ അതെല്ലാം ഉള്ള ഗ്രേസോട് കൂടി തന്നെ അവള് ആ ഡാൻസ് പെർഫോമൻസ് ആ സ്റ്റേജിൽ കയറി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. ഓക്കെ, ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറിയുടെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് സ്റ്റോറിയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഐ മസ്റ്റ് നോ, ഞാൻ തന്നെ അറിയണം എന്താണ് സത്യം അല്ലെ, എനിക്ക് തന്നെ സത്യം അറിയണം എന്നാണ് ഈ ഒരു ടൈറ്റിലിൽ പറയുന്നത്. അപ്പൊ എന്ത് സത്യമാണ് അറിഞ്ഞത്, പ്രമീള ആന്റിയുടെ വായിൽ നിന്ന് കേട്ട അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നുള്ളൊരു സത്യം, അത് എന്താണോ, സത്യമാണോ അതോ മിഥ്യയാണോ, ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ആകെ 2-3 ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളൂ അല്ലെ. ആരാധനയുടെ പേര് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. പിന്നെ പ്രമീള ആന്റിയുടെ പേരും പറയുന്നുണ്ട്. വേറെ അധികം ആളുകളുടെ പേരൊന്നും ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. ഓക്കെ, ഇനി എല്ലാ ദിവസവും പറയുന്ന പോലെ ഇതിനകത്ത് കുറച്ച് ന്യൂ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ ന്യൂ വേർഡ്സുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്കുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചെങ്കിലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ന്യൂ വേർഡ്സുകളൊക്കെ അതിന്റെ മീനിങ്ങോട് കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റോറി കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ഇത് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. അപ്പൊ ഈ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Who has been called as bad woman here? ഇവിടെ ഒരു ബാഡ് വുമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ്? Aunt Pramila has been called as a bad woman അല്ലെ. ഇവിടെ പ്രമീള ആന്റിയെയാണ് നമ്മൾ ഒരു ബാഡ് വുമൺ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Who suffered from rheumatism? ഇവിടെ rheumatism എന്ന് പറയുന്ന ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആരാണ്? റൂമാറ്റിസം എന്താണ്? വാതരോഗം അല്ലെ. നമ്മുടെ കാലിനൊക്കെ വാദം ഉണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഈ വാദം എന്ന് പറയുന്ന ഈ അസുഖത്തിനെയാണ് നമ്മൾ റൂമാറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ who suffered from rheumatism? ഇവിടെ റൂമാറ്റിസം വാദം എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആരാധനാസ് ഗ്രാൻഡ് മദർ സഫേർഡ് ഫ്രം, ആരാധനയുടെ ഗ്രാൻഡ് മദർ ആണ് ഇവിടെ റൂമാറ്റിസം എന്ന് പറയുന്ന ഈ ഒരു അസുഖം, വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. Where was the grandfather sitting? അല്ലെ, ഗ്രാൻഡ് ഫാദർ എവിടെയാണ് ഇരിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ കണ്ടു അല്ലെ, അവളുടെ പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെയാണ്? The grandfather was sitting in the front row. ഗ്രാൻഡ് ഫാദർ എവിടെയാണ്? മുമ്പിലത്തെ റോയിൽ തന്നെ ഗ്രാൻഡ് ഫാദർ ഇരിപ്പുണ്ടായിരുന്നു അല്ലെ. ഏറ്റവും മുമ്പിലത്തെ നിരയിൽ തന്നെ ഗ്രാൻഡ് ഫാദർ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ വെയർ ഓഫ് ആരാധനാസ് പാരന്റ്സ് പ്രൗഡ്? ആരാധനയുടെ പാരന്റ്സ് എന്തുകൊണ്ടാണ് വളരെയധികം പ്രൗഡ് ആയത് അല്ലെ, അല്ലെങ്കിൽ വളരെ അഭിമാനമുള്ളവരായിരുന്നു? ആരാധന എന്ന പേര് പറയുമ്പോൾ തന്നെ അവളുടെ പാരന്റ്സിന് ഭയങ്കര അഭിമാനമായിരുന്നു. എന്തുകൊണ്ടാണ്? ആരാധനാസ് പാരന്റ്സ് വെയർ പ്രൗഡ് ഓഫ് ഹെർ. അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആരാധനയുടെ പാരന്റ്സിന് വളരെ അഭിമാനമായിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ വാസ് സെലക്ടഡ് ടു ഇനാഗുറേറ്റ് ദ ആനുവൽ ഷോ ഓഫ് ഹെർ സ്കൂൾ. എന്തുകൊണ്ടാണ്? അവളുടെ ഡാൻസ് പഠിക്കുന്ന കമലാദേവി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്കിലെ ഒരു ആനുവൽ ഡേ പ്രോഗ്രാം ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആരാധനയുടെ പ്രോഗ്രാം ആണ് ഫസ്റ്റിലെ വെച്ചിരുന്നത് അല്ലെ. അപ്പൊ അവളുടെ ആ ഒരു നന്നായിട്ട് കളിക്കുന്ന പെർഫോമൻസിന്റെ ഭംഗി കൊണ്ടും അല്ലെ, അത്ര നന്നായിട്ട് നൃത്തം ചെയ്യുന്നത് കൊണ്ടുമാണ് അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്തത് അല്ലെ. അപ്പൊ അവളെ ഓർത്തിട്ട് എന്താണ്, അവളുടെ പാരന്റ്സിന് വളരെയധികം അഭിമാനമായിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. എന്താണ് ആ കറക്റ്റ് ആയിട്ടുള്ള ഒക്കേഷൻ? അപ്പൊ നമ്മൾ നേരത്തെ സമ്മറി നോക്കിയപ്പോൾ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്തായിരുന്നു അത്? നമ്മുടെ ആരാധനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആരാധനയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? ഒരു നെക്ലസ് ആയിരുന്നു അല്ലെ. അപ്പൊ അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും ആ ഒരു നെക്ലസ് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രോഗ്രാം അല്ലെ, ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ വേദിയിലാണ് അവർ ആ നെക്ലസ് സമ്മാനിക്കാനായിട്ട് പിന്നീട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് വാസ് ദ അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസരം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താണ്? ആരാധന decided to give a necklace to her on her 18th birthday. അപ്പൊ അവളുടെ 18ാമത്തെ ഹാപ്പി ബർത്ത്ഡേക്ക് അവൾക്ക് ഒരു നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കാനാണ് അവളുടെ പാരന്റ്സ് തീരുമാനിച്ചിരുന്നത്. ബട്ട് they thought the school's annual show was the best occasion. പക്ഷെ അവർ തീരുമാനിക്കുകയാണ് അവളുടെ ഈ പെർഫോമൻസ് ഒക്കെ ആദ്യമായിട്ട് അല്ലെ, ഏറ്റവും ഫസ്റ്റ് ഐറ്റം ആയിട്ടൊക്കെ വച്ചിട്ടുള്ള ഈ ഒരു ആനുവൽ ഡേ വേദി തന്നെയാണ് അവളുടെ ആ ഒരു നെക്ലസ് സമ്മാനിക്കാനായിട്ട് ഏറ്റവും നല്ല അവസരം എന്നവര് തീരുമാനിക്കുകയാണ്. As they were feeling proud of her. അപ്പൊ മകളെ കുറിച്ച് ഓർത്ത് അഭിമാനവും അവളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് അവർക്ക് ഈ നെക്ലസ് ബർത്ത്ഡേക്കെല്ലാം ഇപ്പൊ തന്നെ കൊടുത്ത് അവളെ ആ ഒരു സന്തോഷമൊക്കെ അറിയിക്കണമെന്ന് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനിയും നമുക്ക് മറ്റൊരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അതും ഈ സ്റ്റോറിയിൽ നിന്ന് തന്നെയുള്ള പാരഗ്രാഫ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സമ്മറി വായിച്ചില്ല, അപ്പൊ അതിന്റെ ഓരോ ഇൻസിഡന്റുകളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ നോക്കുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ റിയാലിറ്റി അബൌട്ട് ആരാധന? അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ആരാധനയെ കുറിച്ചുള്ളൊരു സത്യം അവൾ അറിയുന്നുണ്ട്. അപ്പൊ എന്ത് റിയാലിറ്റി, എന്ത് സത്യാവസ്ഥയാണ് ആരാധനയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്? എന്താണ്? ആരാധന വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. അവൾ എന്തായിരുന്നു? ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ അറിയുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ആരാധന റിയാക്ട് ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത്? ആരാധന ഈ ഒരു സത്യം അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പ്രതികരിച്ചത്? ആരാധന വാസ് ഷോക്ഡ് ആഫ്റ്റർ ലിസണിങ് ദിസ് ട്രൂത്ത് അല്ലെ. ആരാധനയ്ക്ക് അവളൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്ന് അറിഞ്ഞത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സത്യം ആയിരുന്നില്ല അല്ലെ. പക്ഷെ എന്നിരുന്നാലും അവൾ എന്ത് ചെയ്തു? അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയും പിന്നീട് അവൾ അത് അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലെ. ആദ്യം അത് കേട്ടപ്പോ എന്തായിരുന്നു? ഷീ വാസ് ഷോക്ഡ് അല്ലെ, അവൾ ഭയങ്കര ഷോക്ഡ് ആയിപ്പോയി. ഷീ വാസ് സാഡ് ബിക്കോസ് ഷീ ഡസ് നോട്ട് നോ ദ ട്രൂത്ത് റിലേറ്റഡ് അതർ അല്ലെ. അവളെ കുറിച്ചുള്ള ഒരു സത്യം അവൾ ഇത്രയും നാളും അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് അവൾ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമവും ഒക്കെ വന്നു, അവൾ ആകെ ഷോക്ഡ് ആയിപ്പോയി. വാട്ട് ഡിഡ് പ്രമീള ബിക്കം അല്ലെ. പ്രമീള എങ്ങനെയാണ് പ്രതികരിച്ചത്? പ്രമീള blamed സുനിത that she did not tell ആരാധന the reality. അപ്പൊ ഈ പ്രമീള എന്ന് പറയുന്ന ആന്റി ആണല്ലോ ഈ ആവശ്യമില്ലാത്ത കാര്യത്ത് അല്ലെ സമയത്ത് വന്നിട്ട് അവളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അല്ലെ. അപ്പൊ അവര് ഒരു ഇൽ മൈൻഡഡ് അല്ലെ, അതൊരു മനസ്സ് ദുഷിച്ചൊരു സ്ത്രീയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം അവള് ആരാധന അറിഞ്ഞു, അവൾക്ക് വിഷമമായി, അവളുടെ പാരന്റ്സിനോടൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രമീള ആന്റി വന്നിട്ട് പിന്നെയും എന്താണ് ചെയ്യുന്നത്? അവര് വന്നിട്ട് അവളുടെ പാരന്റ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? പ്രമീള blamed സുനിത എന്നാണ് നമ്മുടെ ആരാധനയുടെ അമ്മയുടെ പേര്. അപ്പൊ സുനിതയെ കുറ്റപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞിട്ടാണ്? that she did not tell ആരാധന the reality. അപ്പൊ എന്താ പറയുന്നത്? നീ ഇത്രയും നാളായിട്ടും ആരാധനയോട് റിയാലിറ്റി ഒന്നും പറഞ്ഞില്ലേ, സത്യം അറിയണ്ടേ, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിട്ട് അവരുടെ അമ്മേനെ അവൾ കുറ്റപ്പെടുത്താൻ അല്ലെ, പ്രമീള കുറ്റപ്പെടുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അടുത്തൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇനി വാട്ട് ആസ്പെക്ട് ഓഫ് എ മദർ ക്യാൻ യു ഫൈൻഡ് ഹിയർ? അപ്പൊ നമ്മള് ഈ ആരാധനയുടെ അമ്മേനെയൊക്കെ കണ്ടു അല്ലെ. ആരാധനയുടെ അമ്മ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, അവരുടെ പ്രമീള എന്ന് പറയുന്ന ആന്റി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വാട്ട് ആസ്പെക്ട് ഓഫ് എ മദർ, ഒരു അമ്മ എന്ന രീതിയിൽ അവരുടെ എന്ത് ഗുണങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ സുനിത എന്ന അമ്മയെ കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത് നമ്മള്? In this story, നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് we can see the great feeling of a mother. ഇവിടെ ഒരു അമ്മയുടെ ഏറ്റവും വിഷമം പിടിച്ച ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ആ മകളെ അത്രയും നാളും അവര്
അതൊന്നും അറിയിക്കാതെ നല്ലപോലെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ട് അല്ലെ മറ്റൊരാൾ പറഞ്ഞ് അറിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വന്ന് നിന്നുമ്പോൾ ഇത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ കാണുന്നത്? വി ക്യാൻ സീ ദ ഗ്രേറ്റ് ഫീലിംഗ് ഓഫ് എ മദർ. ഒരുപാട് വിഷമിക്കുന്ന ഒരു അമ്മയുടെ മുഖം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. The story shows the love of a mother to her daughter. അവിടെ ഒരു അമ്മയ്ക്ക് അവരുടെ മകളോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഈവൻ ദോ ഷീ ഡിഡ് നോട്ട് ഗിവ് ബർത്ത് ടു ഹെർ ഡോട്ടർ. അപ്പോൾ അവർ ജന്മം കൊടുത്ത മകളല്ലെങ്കിലും അവരെങ്ങനെയാണ്? സ്വന്തം മോളെ പോലെ തന്നെ അല്ലെ, അവര് പ്രസവിച്ച അവരുടെ ഒരു മോളെ പോലെ തന്നെയാണ്. അവൾക്ക് വലിയ വിദ്യാഭ്യാസം കൊടുത്തു, അതുപോലെ തന്നെ അവൾക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു, അത് പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അല്ലെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവർ ആ ഒരു ആരാധനയെ വളർത്തിയത്. ദിസ് ഡോട്ടർ വാസ് ബീങ് കെയർഡ് ഫോർ 18 years അല്ലെ. അപ്പോൾ ഇന്നലെ എടുത്ത് വളർത്തിയിട്ട് ഇപ്പൊ 2 വയസ്സോ 3 വയസ്സോ ഒന്നും അല്ല അല്ലെ, കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഒരു പാരന്റ്സ് ആരാധന എന്ന് പറയുന്ന കുട്ടിയെ നന്നായിട്ട് നോക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. മദർ നെവർ ലെറ്റ് ഹെർ നോ ദാറ്റ് ഷീ വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ് അല്ലെ. പാരന്റ്സ് ലവ്ഡ് ഹെർ സോ ഡീപ്ലി. അപ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് നോക്കി വളർത്തിയിട്ടും ഒരു തവണ പോലും അവര് അവളുടെ മകളല്ല അല്ലെ, ആരാധന നീ ഞങ്ങളുടെ മകളല്ല എന്ന് ആ അമ്മയുടെ അച്ഛന്റെയോ മുത്തച്ഛന്റെയോ ഒന്നും വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല അല്ലെ. പക്ഷെ ഇപ്പോഴെന്താണ്? മറ്റൊരാൾ പറഞ്ഞ് അറിഞ്ഞത് കൊണ്ട് അവർക്ക് ആ ഒരു സത്യം അവളോട് പറയാതിരിക്കാനും വയ്യ അല്ലെ. അവളുടെ അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നൊരു സത്യം അവരെ അറിയിക്കുകയാണ്. എങ്ങനെയാണ്? പ്രമീള ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ അത് റിവീൽ ചെയ്യുന്നത് അല്ലെ. പിന്നെ എന്താണ്? പാരന്റ്സ് ലവ്ഡ് ഹെർ സോ ഡീപ്ലി. അവളുടെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ എങ്ങനെയാണ്? സ്വന്തം മകളെന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ ആരാധനയെ കണ്ടിട്ടുള്ളൂ. അവർക്ക് അവളോട് ഒരുപാട് സ്നേഹമാണ് ഉള്ളത് അല്ലെ. അപ്പൊ എങ്ങനത്തെ പാരന്റ്സിനെയാണ്, എങ്ങനത്തെ മദറിനെയാണ് നമ്മൾ കാണുന്നത്? 18 വർഷമായിട്ട് സ്വന്തം മകളെ പോലെ തന്നെ നോക്കി വളർത്തുന്ന ഒരു അമ്മയുടെ മനസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ആരാധന അപ്പിയർ ഓൺ ദ സ്റ്റേജ് അല്ലെ. നമ്മളിവിടെ കണ്ടു ആരാധന എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്? അവളുടെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവൾ എങ്ങനെയാണ് സ്റ്റേജിലേക്ക് വന്നത്? എങ്ങനെയാണ്? ആരാധന appeared on the stage wearing a turquoise dress and the necklace round her neck. എങ്ങനെയാണ് അവൾ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവളുടെ നല്ല തിളങ്ങുന്ന ഡ്രസ്സുകൾ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും, അതുപോലെ തന്നെ അവളുടെ പാരന്റ്സ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു റൗണ്ട് നെക്ലേസും അവളുടെ പക്കല് ഉണ്ടായിരുന്നു. അതായിരുന്നു എന്ത്? അവളുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പൊ ആരാധന സ്റ്റേജിലേക്ക് വന്നത് ആ ഒരു വേഷത്തോടു കൂടിയും ആ ഒരു നെക്ലസ് അണിഞ്ഞുകൊണ്ടുമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടെൻസ്ഡ് ഫേസ് ഗെറ്റ് റിലാക്സ്ഡ് അല്ലെ. അപ്പൊ ആരാധനയ്ക്ക് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടിരുന്നൊരു മുഖമായിരുന്നു അല്ലെ. അപ്പൊ അതെന്തായി? ആകെ ടെൻഷനായി അല്ലെ. അപ്പൊ നമ്മുടെ മുഖത്ത് ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അല്ലെ. ദുഃഖം വന്നാലും നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ. ഹാപ്പിനെസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസിൽ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഈ കുട്ടിക്ക് എങ്ങനെയായിരുന്നു? ഡാൻസിന്റെ ഒക്കെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നല്ല ഗ്രേസ് ആയിട്ട് എലഗന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ അറിയുന്നത്. അപ്പൊ അവളുടെ മുഖത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കരമായിട്ടും ടെൻഷൻ അല്ലെ, ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ഫേസ് ആണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് അവൾ റിലാക്സ്ഡ് ആയത്? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അവളെ കൺസോൾ ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആരാധനാസ് ടെൻസ്ഡ് ഫേസ് ഗോട്ട് റിലാക്സ്ഡ്. ആരാധനയുടെ ആ ഒരു ടെൻഷൻ പിടിച്ചിരുന്ന മുഖം പതുക്കെ റിലാക്സ്ഡ് ആയി വന്നു. എങ്ങനെയാണ്? when she fell into a fast combination of different mudras. എങ്ങനെയാണ്? അവളുടെ അമ്മ അവൾക്ക് കുറച്ച് സമാധാനിക്കാനുള്ള കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. അത് കൂടാതെ എന്തുണ്ട്? ഡാൻസിന്റെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെ, വളരെ സ്പീഡിൽ വളരെ പെർഫെക്ഷനോട് കൂടി ചെയ്യേണ്ട കുറച്ച് മുദ്രകളും ഇതൊക്കെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തായി? അവളുടെ മുഖത്ത് ആ ഒരു ടെൻഷനൊക്കെ പോയിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫേസോട് കൂടിയാണ് ആരാധനയെ പിന്നീട് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ഹൂം ഡിഡ് ആരാധന ഡാൻസ് വൈ അല്ലെ. അപ്പൊ ഇത്രയധികം ടെൻഷനൊക്കെ അടിച്ചിട്ട് അവൾ നിന്നു, എന്നിരുന്നാലും എന്ത് ചെയ്തില്ല? ഞാൻ ഇനി പെർഫോം ചെയ്യില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മാറി നിന്നോ? ഇല്ല, അവൾ ഇതൊന്നും ചെയ്യാതെ അവള് വീണ്ടും അവളുടെ ആ ഒരു കഴിവ് അല്ലെ, ഡാൻസിന് വേണ്ടി റെഡി ആയതുപോലത്തെ ഒരു മൈൻഡും ഒക്കെ അവൾ സെറ്റ് ചെയ്ത് എടുത്തു അല്ലെ. ആർക്ക് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്? ആരാധന ഡാൻസ് ഫോർ ഹെർ മദർ അല്ലെ. അവളുടെ
അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ടു ഷോ ഹൗ മച്ച് ഷീ ലവ്ഡ് ഹെർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ അമ്മയെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, അല്ലെ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മ എന്നുള്ള രീതിയിൽ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവള് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ആ ഒരു പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് അത്രയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് അത് കൂടാതെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മളോട് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ പാസേജ് നമുക്ക് മനസ്സിലായി, നമ്മൾ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും, അല്ലെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം ഇതിനകത്ത്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, ഹു ഹഗ് ദ ഡാൻസ്. ആരാണ് ഡാൻസർ, അല്ലെ? ഡാൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ആരാധന, അല്ലെ? ആരാധനയെ വന്ന് കെട്ടിപ്പിടിച്ചത് ആരാണ്? ഹെർ യങ്ങർ സിസ്റ്റർ, അല്ലെ? നമ്മൾ ആദ്യം കണ്ടു, നിന്റെ കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയാണ്, നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തി നമ്മളെ പൂഴ്ത്തുന്നു കണ്ടു, അല്ലെ? നല്ല പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഡാൻസറെ ഹഗ് ചെയ്തത്? ഹെർ യങ്ങർ സിസ്റ്റർ, അല്ലെ? അവളുടെ അനിയത്തിയാണ് അവളെ വന്ന് ഹഗ് ചെയ്തത്. ഓക്കെ, അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡാൻസർ. ഇവിടെ ഒരു ഡാൻസർ എന്ന രീതിയിൽ ഏത് ക്വാളിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്? ഏതാണ്? എ ഫെയർ കോംപ്ലക്ഷൻ, എ ടാലന്റ് ഫോർ ഡാൻസിങ്. എന്താണ്? എ ഫെയർ കോംപ്ലക്ഷൻ, അല്ലെ? നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? വിച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അല്ലെ? നമ്മുടെ ഏറ്റവും വെളുത്തിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും സുന്ദരിയായിട്ട് ഇരിക്കുക എന്നുള്ളത് എന്താണ്? അത് ഡാൻസിന് അത്രയ്ക്ക് ആവശ്യമില്ലാത്തൊരു ക്വാളിറ്റിയാണ്, അല്ലെ? മറിച്ച് എന്തൊക്കെ വേണം? ടാലന്റ്, അല്ലെ? അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഫൈൻ ഫീച്ചേഴ്സ്, എ ഗുഡ് ഫിഗർ, അല്ലെ? അത്യാവശ്യം ഒരു ഡാൻസറിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗുണങ്ങളും എന്താണ് ശരീരമൊക്കെ മതി. മറിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് ടാലന്റ് ആണ്, അല്ലെ? കഴിവാണ് വേണ്ടത്. പിന്നെ എ ഫെയർ കോംപ്ലക്ഷൻ ആണ് എന്ത്? ഇതിൽ അത്യാവശ്യമായിട്ട് വരാത്തത്, അല്ലെ? ഒരു നല്ല ഡാൻസറിന് വേണ്ടാത്ത ഒരു ഗുണമാണ് എ ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെളുത്തിരിക്കുക എന്നുകൊണ്ട് നല്ല ഡാൻസർ ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും എന്താണ്? കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അവർക്കതിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ എന്താണ്? എ ഫെയർ കോംപ്ലക്ഷൻ ആണ് ഇവിടെ ആവശ്യമില്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ആരാധന തിങ്ക് ഷീ വാസ് നോട്ട് ബ്യൂട്ടിഫുൾ? ഡു യു എഗ്രി വിത്ത് ഹെർ? ഇവിടെ ആരാധന വിചാരിക്കുന്നുണ്ട് അവള് അത്ര നല്ല സുന്ദരി ഒന്നും അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? ഷീ വാസ് നോട്ട് ഫെയർ, അല്ലെ? അവൾ അത്ര വെളുത്തിട്ടൊന്നുള്ള ആളല്ല, അല്ലെ? നല്ല വെളുത്ത് വെള്ള പോലെ ഒന്നും അല്ല, ഒരു ഇരുനിറം, അല്ലെ? അങ്ങനെ ഒരു കളറാണ് ആരാധനയ്ക്ക് ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് അഭിപ്രായം? നമുക്ക് എതിരഭിപ്രായമാണ്, അല്ലെ? ആരാധന നല്ല സുന്ദരിയാണ്, അല്ലെ? അവൾക്ക് ഫെയർ അല്ല എന്ന് വെച്ചിട്ട് അവൾക്ക് യാതൊരു കുറവും നമ്മൾ കാണുന്നില്ല എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓക്കെ, എന്താണ് ആൻസർ? ഷീ വാസ് നോട്ട് ഫെയർ, നോ, അല്ലെ? അവള് അത്ര ഫെയർ ഒന്നും അല്ല, പക്ഷെ എന്നിരുന്നാലും അവൾക്ക് സൗന്ദര്യം ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അവൾ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഡാൻസർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വെയർ ദ പീപ്പിൾ ഹൂ കെയിം ടു വിഷ് ആരാധന. അപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ടിരുന്നപ്പോൾ അവളെ വന്ന് വിഷ് ചെയ്തത്, അവൾക്ക് കൺഗ്രാറ്റുലേഷൻസ്, അല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അനുഗ്രഹിച്ചൊക്കെ വിട്ടത് ആരാണ്? ഗ്രാൻഡ് ഫാദറും ഫാദറും, അല്ലെ? അവളുടെ മുത്തശ്ശനും അവളുടെ അച്ഛനും കൂടിയാണ് അവളെ വന്ന് കൺഗ്രാറ്റുലേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ വെയർ ആരാധനാസ് ഫാമിലി മെമ്പേഴ്സ് പ്രൗഡ് ഓഫ് ഹിയർ. ആരാധനയുടെ ഫാമിലി മെമ്പേഴ്സ് അവളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? എന്തുകൊണ്ടായിരുന്നു? ഷീ ഹാഡ് ബീൻ സെലക്ടഡ് ടു ഇനാഗുറേറ്റ് ദ ആനുവൽ ഷോ ഓഫ് ഹെർ സ്കൂൾ, അല്ലെ? അവളുടെ ആനുവൽ ഷോയിൽ അവിടെ ആദ്യത്തെ ഐറ്റം ആയിട്ട് വെച്ചിരുന്ന ആരുടെ ഡാൻസ് ആണ്? നമ്മുടെ ആരാധനയുടെ പെർഫോമൻസ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് വളരെയധികം പ്രൗഡായിട്ട് അവർ ഫീൽ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ആരാധനാസ് മദർ ലീവ് ദ സ്റ്റേജ്, അല്ലെ? ആരാധനയുടെ മദർ എന്തുകൊണ്ടാണ് സ്റ്റേജിൽ വരാതിരുന്നത്, അല്ലെ? അവിടുന്ന് പോയത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെച്ച് ആരാധനാസ് ഗിഫ്റ്റ്, അല്ലെ? ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ആ ഒരു നെക്ലസ് വീട്ടിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് സ്റ്റേജിന്റെ അടുത്ത് നിന്നും മാറി നിന്നത്. അടുത്ത എന്താണ്? ഷീ ഈസ് മീൻ ആൻഡ് മിസറബിൾ, മാഡ് ആൻഡ് മിസറബിൾ. ഹൂ വാസ് സിമ്മി റെഫറിങ് ടു, അല്ലെ? ഇവിടെ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, അല്ലെ? സിമ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറയാണ് ഷീ ഈസ് മീൻ, മാഡ് ആൻഡ് മിസറബിൾ. അവർക്ക്
തലയ്ക്ക് എന്തോ സുഖമില്ല അല്ലെ, അവരെ കൊണ്ട് വലിയ കഷ്ടപ്പാടാണ് അല്ലെ, അവരെന്തൊരു സ്ത്രീയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആരോ ഒരാളെ കുറിച്ച് ഇവിടെ ഒരു പെൺകുട്ടി ഒരു കമന്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആരെ കുറിച്ചാണ് ഈ ഒരു കമന്റ് പറയുന്നത്? അവർക്ക് ഭ്രാന്താണ്, അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആരെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്? ആരെ കുറിച്ചാണ്? ഓണ്ട് പ്രമീള അല്ലെ, പ്രമീള ആന്റിയെ കുറിച്ചാണ് ഈ ഒരു കമന്റ് ആ ഒരു പെൺകുട്ടി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ മീനിങ് ഷീ ഹാഡ് സെഡ്? അവർ പറഞ്ഞ ആ ഒരു വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? എന്താണ്? ആരാധന വാസ് സ്കിന്നി ആൻഡ് ഡാർക്ക് അല്ലെ. എന്താണ്? ആരാധനയുടെ സ്കിന്ന് ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ആയിട്ട് ഉള്ളതാണെന്നാണ് മീൻ എന്ന ഒരു വാക്കും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് വേർഡ്സ് ഓൺ പ്രമീള ഹേർട്ട് ആരാധന ദ മോസ്റ്റ് അല്ലെ. പ്രമീള ആന്റിയുടെ ഏത് വാക്കുകളാണ് ആരാധനയിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്? ഏത് വാക്കുകളാണ്? ദാറ്റ് സുനിത ഷുഡ് ലീവ് ടോൾഡ് ആരാധന ദ ട്രൂത്ത്. എന്താണ്? സുനിത ഉറപ്പായിട്ടും ആരാധനയോട് എന്താണ് സത്യം, നിന്നെ അഡോപ്റ്റ് ചെയ്തതാണ്, നീ അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നുള്ള സത്യം നീ പറയണമെന്ന് ഉള്ള വാക്കുകളാണ് നമ്മുടെ ആരാധനയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അല്ലെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും അത് പിന്നെ അവരുടെ വായിൽ നിന്ന് ഒന്നുകൂടെ കേൾക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ ഇത് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഈ പ്രമീള ആന്റി പിന്നെയും ഇങ്ങനെ സുനിത തന്നെ പറയണം, നിന്റെ അമ്മ തന്നെ അത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അതിനെ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാധനയ്ക്ക് ഒരുപാട് വിഷമം തോന്നി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അക്കോർഡിംഗ് ടു ആരാധനാസ് ഗ്രാൻഡ് മദർ ഷുഡ് ടെൽ ഹെർ ട്രൂത്ത് അല്ലെ. ആരാധനയുടെ ഗ്രാൻഡ് മദർ എന്ത് സത്യമാണ് പറയുന്നത്? എന്താണ്? whom according to ആരാധനാസ് ഗ്രാൻഡ് മദർ ഷുഡ് ടെൽ ഹെർ ട്രൂത്ത് അല്ലെ. ആരാധനയുടെ മദർ ആണ് ആരാധനയോട് ആ സത്യം വെളിവാക്കി കൊടുത്തത്. ഓക്കെ, അടുത്ത എന്താണ്? ഹൗ ഡിഡ് ആരാധന കെയിം ടു നോ ദ ട്രൂത്ത്? ആരാധന എങ്ങനെയാണ് ഈ സത്യം അറിഞ്ഞത്? ഓണ്ട് പ്രമീള ലെറ്റ് ഔട്ട് ദ സീക്രട്ട്. പ്രമീള ആന്റിയാണ് ഈ ഒരു സീക്രട്ട് പരസ്യമാക്കി തന്നത്. ഡിഡ് ഇറ്റ് ഷാറ്റർ ഹെർ കംപ്ലീറ്റ്ലി അല്ലെ. അവളെ അത് കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളഞ്ഞു ആരാധനയോട് പറഞ്ഞ സത്യം? യെസ് അല്ലെ, സത്യമാണ്. അവളെ അത് കംപ്ലീറ്റ് ആയിട്ടും ഷോക്കായിട്ട് അവൾക്ക് ആകെ അത് വിഷമമുള്ളതാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ഗ്രാൻഡ് മദർ ആസ്ക് സിമി ടു ഫെച്ച് ഹെർ മദർ അല്ലെ. എന്താണ് പറഞ്ഞത്? ഗ്രാൻഡ് മദർ പറയാണ് സിമി ടു ഫെച്ച് ഹെർ മദർ, അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ആരാധന മൈറ്റ് ബി ടോൾഡ് ദ ട്രൂത്ത്. അപ്പൊ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആരാധനയ്ക്ക് അതൊരു സത്യമാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവളുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നത്. ഫോർ ഹൗ മെനി ഇയേഴ്സ് ഹാഡ് ആരാധന ബീൻ വിത്ത് ഹെർ അഡോപ്റ്റഡ് പാരന്റ്സ് അല്ലെ. എത്ര വർഷമായിട്ടാണ് ആരാധനയെ പാരന്റ്സ് അവരുടെ കൂടെ നിർത്തിയിട്ടുള്ളത്? എത്ര വർഷമായിട്ടാണ്? 18 ഇയേഴ്സ് അല്ലെ. കഴിഞ്ഞ 18 വർഷമായിട്ട് ആരാധന ഈ സുനിതയുടെ അവരുടെ ഹസ്ബൻഡിന്റെയും കൂടെ അവരുടെ മകളായിട്ട് തന്നെയാണ് ആരാധന ജീവിക്കുന്നത്. ഹാഡ് ദേ ഷെയർഡ് ദെയർ ജോയ്സ് ആൻഡ് സോറോസ് അല്ലെ. അവരവരുടെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെച്ചു എന്നാണ് ചോദിക്കുന്നത്. പങ്കുവെച്ചില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ആരാധനാസ് മദർ എക്സ്പ്രസ് ദിസ്? പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് അല്ലെ. ആരാധന കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു വ്യത്യാസം അല്ലെ, ഒരു എന്താണ് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ അവരുടെ സ്വന്തം മകളെ പോലെ തന്നെയാണ് സുനിത ആരാധനയെ നോക്കുന്നത്. അപ്പൊ ഈ വാക്കുകൾ സുനിതയുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു സെന്റൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഏത് സെന്റൻസ് സൂചിപ്പിക്കുന്നു? എന്താണത്? ഫോർ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് അല്ലെ. കഴിഞ്ഞ 18 വർഷമായിട്ട് ഐ ഹാവ് കെയർ ഫോർ യു, ഞാൻ നിന്നെ നോക്കുന്നുണ്ട്. യു ഹാവ് ലവ്ഡ് വിത്ത് യു ആൻഡ് ഐ ഹാവ് ക്രൈഡ് ഫോർ യു, ഞാൻ നിന്റെ കൂടെ ചിരിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ഗിവൻ യു 18 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, ഞാൻ എൻ്റെ കഴിഞ്ഞ 18 വർഷത്തെ ജീവിതവും നിനക്ക് വേണ്ടിയാണ് തന്നിട്ടുള്ളത്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് കൗണ്ട്സ് മോർ ദാൻ ബീയിങ് ക്യാരിഡ് 9 months ഇൻസൈഡ് മൈ വൂം. എന്താണ്? 9 മാസം നിന്നെ ചുമന്നില്ല എന്നേ ഉള്ളൂ, അത് നീ ഈ 18 വർഷവുമായിട്ട് കമ്പയർ ചെയ്യരുത് അല്ലെ. അങ്ങനെ ചുമന്ന് പ്രസവിച്ചില്ല എങ്കിലും എന്താണ്, നിന്നെ കഴിഞ്ഞ 18 വർഷം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, നീ എൻ്റെ മകള് തന്നെയാണ് എന്നാണ് സുനിത പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഗിഫ്റ്റ് ഹാഡ് ആരാധനാസ് പാരന്റ്സ് ഗോട്ട് ഫോർ ഹെർ? ആരാധനയ്ക്ക് കൊടുക്കാനായിട്ട് അവരുടെ പാരന്റ്സ് എന്ത് ഗിഫ്റ്റ് ആണ് സൂക്ഷിച്ചിരുന്നത്? എന്ത് ഗിഫ്റ്റ് ആണ്? Why did ആരാധനാസ് മദർ ഗീവ് ഇറ്റ് ടു ഹെർ ഓൺ ദ ഡേ ഓഫ് ദ സ്കൂൾസ് ആനുവൽ ഫംഗ്ഷൻ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആനുവൽ ഫംഗ്ഷനിൽ വെച്ച് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്? എന്താണ്? ഒരു നെക്ലസ് ആണ് അല്ലെ. ഈ നെക്ലസ് ആണ് അവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നത്. ആസ് എ ടോക്കൺ ഓഫ് ഹൗ മച്ച് ദേ കെയർഡ് ആൻഡ് ലവ്ഡ് ഹെർ. എന്താണ്?
അവൾ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അല്ലെ അവളുടെ അച്ഛനും അമ്മയും അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിലും അവളെ എത്രയധികം സ്നേഹിക്കുന്നു എന്നതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് എന്ത് അവൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ഈ ഗോൾഡൻ നെക്ലസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ആരാധന ഹേർട്ട് ബ്രോക്കൺ? ആരാധനയുടെ ഹൃദയം തകർന്നു പോയി അല്ലെ എന്ത് കേട്ടപ്പോഴാണ്? ഷീ വാസ് ടോൾഡ് ദാറ്റ് ഷീ വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ് അല്ലെ, അവളോട് നീ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ്, നീ ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് അതായത് പ്രമീള ആന്റി പറയുന്നുണ്ട് അല്ലെ. ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴാണ് അവളുടെ മനസ്സ് തകർന്നു പോയത്. നത്തിങ് ഹാസ് ചേഞ്ച് ടുഡേ, നത്തിങ് അറ്റ് ഓൾ, ഹു സേസ് ദിസ് അല്ലെ, ഇവിടെ ഒന്നും മാറിയിട്ടില്ല. നത്തിങ് ഹാസ് ചേഞ്ച് ടുഡേ, ഇവിടെ ഇന്ന് ഒന്നും മാറിയിട്ടില്ല, ഇനി ഒരിക്കലും ഇതൊന്നും മാറാനും പോകുന്നില്ല, ഇതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു കമന്റ് ചെയ്തത് ആരാണ് കമന്റ് ചെയ്തത്? ആരാധനാസ് മദർ അല്ലെ, ആരാധനയുടെ അമ്മയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഹാഡ് നോട്ട് ചേഞ്ച്, ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യാത്തത്? എന്താണ് ചേഞ്ച് ചെയ്യാത്തത്? ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ആരാധന, ഇവിടെ ആരാധനയുമായിട്ടുള്ള ആരാധനയുടെ ബന്ധം അല്ലെ അമ്മയുടെ ബന്ധമാണ് ഇവിടെ ഒരിക്കലും ചേഞ്ച് ആവാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ആരാധനാസ് മദർ ആസ്ക് ഹെർ ടു ഡു ടു പ്രൂവ് ഹെർ ലവ് ടു ഹെർ പാരന്റ്സ് അല്ലെ, ആരാധനയോട് ഈ ഒരു സത്യമൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായി. അവരുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവർ അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് യാതൊരു ഡിസ്ക്രിമിനേഷനും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ അതിന് പ്രത്യുപകാരമായിട്ട് അവൾ എന്താണ് ചെയ്തത്? ടു ഗോ ഓൺ ടു സ്റ്റേജ് ആൻഡ് ഡാൻസ് അല്ലെ, ആ സ്റ്റേജിലേക്ക് പോവുക, അവിടെ പോയി നിന്ന് ഡാൻസ് ചെയ്യുക, അതാണ് അവള് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡു യു തിങ്ക് ആരാധന വാസ് ലേറ്റ് ഇൻ കമ്മിങ് ടു ദ സ്റ്റേജ് അല്ലെ, ആരാധന സ്റ്റേജിലേക്ക് വരാനായിട്ട് ലേറ്റ് ആയോ, അവളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണോ ചെയ്തത്? എന്താണ് ആൻസർ? എന്താണ്? ഷീ ടുക്ക് ടൈം ഡിസൈഡിങ് ദ ട്രൂത്ത് ഫോർ ഹെർസെൽഫ് അല്ലെ, അവൾക്ക് കുറച്ച് സമയം വേണമായിരുന്നു. എന്തിനുള്ള സമയമാണ്? ആ ഒരു ട്രൂത്ത് അല്ലെ, ആ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നുള്ളൊരു സത്യം അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സമയം അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഡ് ഷീ വെയർ ദ നെക്ലസ് ഹെർ പാരന്റ്സ് ഹാഡ് ഗിവൻ ഫോർ, സോ വൈ ഡു യു തിങ്ക് ഷീ ഡിഡ് സോ? യെസ്, ഷീ ഫൈനലി ന്യൂ ദാറ്റ് ദ ട്രൂത്ത് വാസ്. അപ്പം അവളുടെ ആ ഒരു സത്യം അവള് എങ്ങനെയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ അത് അവള് അംഗീകരിച്ചു, അങ്ങനെയാണ്. യെസ്, ഫൈനലി ന്യൂ ദാറ്റ് ദ ട്രൂത്ത് വാസ്, അങ്ങനെ അവളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് തന്നെ അവള് ആ ഒരു സത്യം ജെന്യുവിൻ ആണ്, അല്ലെങ്കിൽ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അവള് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷീ ഡാൻസ്ഡ് ഫോർ വൺ പേഴ്സൺ ഓൺലി, അവള് ആകെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്തത്. ഹൂ വാസ് ദിസ് പേഴ്സൺ, ആരാണ് ആ ഒരു വ്യക്തി? വൈ ഡിഡ് ഷീ ഡാൻസ് ഫോർ ഹിയർ, ആർക്ക് വേണ്ടിയിട്ടാണ് അവള് ഡാൻസ് ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ദ പേഴ്സൺ വാസ് ഹെർ മദർ ബിക്കോസ് ഷീ ലവ്ഡ് ഹെർ, അവളുടെ അമ്മയുടെ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അവർ ഡാൻസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ദ ഐ ഇൻ ദ ടൈറ്റിൽ, നമ്മുടെ ടൈറ്റിലിൽ നമുക്ക് കാണാം ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നാ പറഞ്ഞിരിക്കണേ അല്ലെ. അപ്പൊ ഇവിടെ ഈ ടൈറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഐ ആരെ കുറിച്ചാണ്? ആരാധനയാണ് ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ട്രൂത്ത് ആരാധന വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്, ഇവിടെ ആരാധന എന്ത് സത്യമാണ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? എന്ത് സത്യമാണ്? ഷീ വാണ്ടഡ് ടു നോ വെദർ ഷീ വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്, എന്താണ് അവൾ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണോ എന്നൊരു കാര്യമാണ് അവൾക്ക് അറിയേണ്ടത്. വാട്ട് ഡിഡ് ഷീ ആക്ച്വലി ഡിസ്കവർ, അവൾ ശരിക്കും എന്താണ് ഡിസ്കവർ ചെയ്തത്? എന്താണ് അവൾ കണ്ടുപിടിച്ചത്? ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ് ഷീ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ അല്ലെ, ഒരു അഡോപ്റ്റഡ് ചൈൽഡ് എന്നതിലുപരി അവരുടെ പാരന്റ്സിന് അല്ലെ, ആരാധനയെ നോക്കിയിരുന്ന ആ ഒരു പാരന്റ്സിന് അവളോട് എത്രത്തോളം സ്നേഹവും സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉണ്ട് എന്ന് അവൾ ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിച്ച ഒരു സമയം കൂടിയായിരുന്നു അത്. How did you have created if you had been Aradhana's place? Write briefly. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സമയത്ത് ആരാധനയുടെ സ്ഥലത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും? ഇഫ് ഐ വെയർ ആരാധന I would fall unconscious upon knowing the truth that I was adopted. എന്താണ്? ഞാനൊരു ആരാധനയുടെ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാന് unconscious ആയി പോയേനെ. Because this make one indifferent and miserable who is deprived of the love and care from one's parents. അല്ലെ, അപ്പൊ എന്താണ്? നമ്മൾ ഇത്രയും നാളും കൂടെ നിന്നിരുന്ന പാരന്റ്സ് നമ്മുടെ സ്വന്തമല്ല എന്നറിയുന്ന ഒരു നിമിഷം നമുക്ക് ഭയങ്കരമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെ, അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മളായിരുന്നെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയി പോയേനെ,
അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചേനെ എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു 30 to 40 വേർഡ്സ് കേട്ടോ, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ സെക്ഷനിൽ പെട്ടതാണ്. അതുകൊണ്ട് ഈ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നോക്കിക്കേ, ഗീവ് ദ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. അല്ലെ, ജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയൊരു സമ്മറി പോലെ അല്ലെ, ആ ഒരു സ്റ്റോറിനെ നമ്മളൊന്ന് ചുരുക്കി പറയാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് is the story of a girl named ആരാധന. ഇതൊരു ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഹു വാസ് അഡോപ്റ്റഡ്, അവൾ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നു, ദത്തെടുത്ത പെൺകുട്ടിയായിരുന്നു. ദ സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് ഹെർ, ഷി വാസ് എ ഗുഡ് ഡാൻസർ. അവൾ ഒരു നല്ല ഡാൻസർ ആയിരുന്നു, അവളുടെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഷി വാസ് സെലക്ടഡ് ടു ഇനാഗുറേറ്റ് ദ ആനുവൽ ഷോ ഓഫ് ദ സ്കൂൾ. അവൾ എന്ത് ചെയ്തു? അവൾ പഠിക്കുന്ന ആ ഒരു കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലെ ആനുവൽ ഡേയുടെ ഇനാഗുറൽ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഡാൻസ് ആരുടെ ആയിരുന്നു? ഈ ആരാധന എന്ന് പറയുന്ന കുട്ടിയുടെ ആയിരുന്നു. ഷീ വാസ് ഡാർക്ക് കോംപ്ലക്ഷൻ ബട്ട് ഹാഡ് എ ഫൈൻ ഫിഗർ. അല്ലെ, അവളൊരു ഡാർക്ക് കോംപ്ലക്ഷനുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അല്ലെ, നല്ല വെളുത്തിട്ടൊന്നും ആയിരുന്നില്ല, പക്ഷെ ഒരു നല്ല ഡാൻസറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിഗറും ഒക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. She was deeply hurt to know that she was an adopted daughter of Sunita. അവള് ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്ന് അറിയുന്ന ആ ഒരു നിമിഷം അവൾ ഒരുപാട് വിഷമിപ്പിച്ചു. But Sunita convinced that she loved her as much as she loved her real daughter. പക്ഷേ സുനിത അവളോട് ഒരു സത്യം പറയുകയാണ്, 18 വർഷമായിട്ട് നിന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇതുവരെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, അപ്പൊ ഇനിയും എങ്ങനെയായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളോടുള്ള ആ ഒരു സ്നേഹവും വിശ്വാസവും പരിചരണവും ഒക്കെ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറിയെ കുറിച്ച് എഴുതാൻ പറ്റും അല്ലെ. കാരണം വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്താണ് ഈ സ്റ്റോറി എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈവന്റ് സ്പോയിൽഡ് ആരാധനാസ് മൂഡ് ഡ്യൂറിംഗ് ദ ഇനാഗുറേഷൻ ഷോ. ഇവിടെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് റെഡി ആയി നിന്ന ആരാധനയുടെ ഒരു പെട്ടെന്നൊരു ഷോക്കും അവളുടെ ഒരു മൂഡ് ചേഞ്ചിനും ഒക്കെ കാരണം എന്തായിരുന്നു? എന്താണ്? ആരാധനാസ് ഓണ്ട് പ്രമീള told her two facts which hurt her feelings. അല്ലെ, ആരാധനയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്രമീള ആന്റി അവളോട് പറഞ്ഞത്. The first was Aradhana had dark complexion and the second was she had been adopted by Sunita. ഒന്നെന്താണ്? അവള് ഡാർക്ക്, നീ കറുത്തിട്ടാണല്ലോ, നീ ഇരുണ്ടിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് മെന്റലി ഡൗൺ ആക്കാൻ നോക്കി. മറ്റതെന്താണ്? അവളെ കംപ്ലീറ്റ് ആയിട്ടും ഒരു അല്ലെ അവളുടെ മൂഡ് കളയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഷീ ഹാഡ് ബീൻ അഡോപ്റ്റഡ്, നീ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ ആ ഒരു മൈൻഡ് ചേഞ്ച് ആയി. ഷീ വാസ് നോട്ട് ദ റിയൽ ഡോട്ടർ ഓഫ് ഹെർ മദർ, അവളുടെ അമ്മയുടെ യഥാർത്ഥ മകളല്ല എന്നവളെ അറിയിച്ചു. ദ ഡിസ്ക്ലോഷർ സ്പോയിൽഡ് ദ ഗേൾസ് മൂഡ്, ഈ ഒരു സത്യം അറിയിച്ചതോടുകൂടി ആ ഒരു പെൺകുട്ടിയുടെ ഒരു മനസ്സ് ആകെപ്പാടെ മാറി, അവൾ ആകെ ഷോക്ക്ഡായി, അവൾക്ക് ആകെപ്പാടെ ടെൻഷനൊക്കെ ആയിട്ട് അവളുടെ മൂഡ് ചേഞ്ച് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ ട്രൂത്ത് ആരാധന വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്. അല്ലെ, ഇവിടെ എന്ത് സത്യമാണ് ആരാധന അറിയിക്കാനായിട്ട് ശ്രമിച്ചത്? വാട്ട് ഡിഡ് ഷീ ആക്ച്വലി ഡിസ്കവർ. ഇവിടെ എന്താണ് അവൾ ഡിസ്കവർ ചെയ്തെടുത്തത്? എന്താണ്? ആരാധന വാസ് എ സ്റ്റുഡന്റ് ഓഫ് കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. അല്ലെ, ആരാധന ആയിരുന്നു കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഷീ ഹാഡ് എ ഡാൻസ് പെർഫോമൻസ് ഇൻ ദ സ്കൂൾ ആനുവൽ ഷോ, അവൾക്ക് ആനുവൽ ഡേക്ക് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബിഫോർ ഹെർ ഡാൻസ് ഷീ കെയിം ടു നോ അബൌട്ട് ഹെർ അഡോപ്ഷൻ. അല്ലെ, അങ്ങനെ ഡാൻസിന്റെ സമയമായപ്പോഴത്തേക്കും അവൾക്ക് അവളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അവള് അറിയുന്നതോട് കൂടി അവൾ ആകെപ്പാടെ ഡെസ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഷീ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഷീ വാസ് ആൻ അഡോപ്റ്റഡ് ഓർ നോട്ട്. അല്ലെ, അവളൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആണോ അല്ലയോ എന്നൊരു കാര്യം അവൾക്ക് അറിയേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹെർ ടു അക്സെപ്റ്റ് ദ ട്രൂത്ത്. അല്ലെ, ആ ഒരു സത്യം അംഗീകരിക്കുക എന്നത് അവളെ സംബന്ധിച്ച് വലിയൊരു പ്രയാസപ്പെട്ട കാര്യമായിരുന്നു. ലേറ്റർ ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ് ഷീ വാസ് ലവ്ഡ് ആൻഡ് കെയർ ഫോർ. അല്ലെ, അവള് വളരെയധികം സ്നേഹിക്കപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ അവൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളും എല്ലാം അവളുടെ പാരന്റ്സ് അവൾക്ക് നൽകിയിരുന്നു. അവള് ഇനിയും സ്നേഹിക്കപ്പെടും, അതൊന്നും മാറ്റമില്ലാതെ തുടരും എന്നൊരു സത്യമാണ് അവളുടെ ആ ഒരു സത്യം അന്വേഷിച്ചു പോയപ്പോൾ അവള് കണ്ടെത്തിയത്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുണ്ട് അല്ലെ. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഇത്രയും നാളെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിലൊന്നും ഇത്ര ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടായിട്ടില്ല അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തായാലും പഠിക്കുക. ഈ ലാസ്റ്റിലത്തെ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ. കാരണം ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ന്യൂ വേർഡ്സ് അതും വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ മോഡൽ എക്സാം നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് ഉണ്ടാവണെന്ന് പറയാമോ? ചാപ്റ്റേഴ്സ് നമ്മളിപ്പം എടുത്തു കഴിഞ്ഞ അത്രയും ചാപ്റ്ററിൽ നമുക്ക് മോഡൽ എക്സാമിന് നമുക്ക് ഇടാം. ഓക്കെ, അതൊന്ന് പറയാമോ ഏതൊക്കെയാന്ന്? നമുക്ക് 2 ചാപ്റ്ററും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? നമുക്ക് 2 എണ്ണം കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാം, മതിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് 2-3 ചാപ്റ്റേഴ്സും കൂടെ തീർക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള 2-3 ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് സ്പീഡിൽ നോക്കണം. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റിൽ നോക്കിയാൽ കാണാം, റിസപ്ഷൻ ഡ്യൂട്ടീസ് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ച് പെട്ടെന്ന് തീർക്കാവുന്നുള്ളൂ. നമ്മള് റിസപ്ഷൻ ഒക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് അല്ലെ. നമ്മൾ ഹോട്ടലിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാവും അല്ലെ, നമ്മുടെ റിസപ്ഷനിലായിട്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീർക്കാവുന്നുള്ളൂ. കാരണം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാവുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ചാപ്റ്റർ വൈസ് ആയിട്ടൊന്നും എടുക്കാനില്ല, പെട്ടെന്ന് തന്നെ ഓരോ പേജുകൾ മാത്രമേ ഉള്ളൂ. അതെന്താണ് എന്നൊന്ന് അറിഞ്ഞു പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു 2 സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ പേജ് നമ്പർ 206 എടുത്തേ. പേജ് നമ്പർ 206. അപ്പൊ നമുക്ക് മോഡൽ എക്സാമിന് ഇതും കൂടെ ഇടാമല്ലോ, അല്ലെങ്കിൽ മൊത്തം ചാപ്റ്റേഴ്സ് ആയി പോയില്ല. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വായിച്ചാലും മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് എക്സാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഈ ചാപ്റ്റർ 28 ഒന്ന് നോക്കുക കേട്ടോ. ചാപ്റ്റർ 26 ആണ് നമ്മുടെ മൊഡ്യൂൾ 2-ല് എന്താണ് ESP റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഒരു റിസപ്ഷന് അല്ലെ, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് അവിടെയുള്ള ആരെ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെ, മാനേജറുടെ റൂം എവിടെയാ, അല്ലെ എവിടെയാണ് HR ഇരിക്കുന്നത്, എവിടെയാണ്, അങ്ങനെ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അവരോട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അതിലേക്ക് വരുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു ഡെസ്ക് ഉണ്ടാവും അല്ലെ, റിസപ്ഷൻ എന്ന് പറഞ്ഞൊരു കോർണർ ഉണ്ടാവും ഓഫീസിലൊക്കെ. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് അവർ വെറുതെ അവിടെ ഇരിക്കണതാണോ? അല്ല, അവിടെ ഇരുന്ന് ജസ്റ്റ് ഫോൺ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പേജ് നമ്പർ ഏതാ? പേജ് നമ്പർ 206 കേട്ടോ. പേജ് നമ്പർ 206 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റില് എത്ര നമ്പറാന്ന് എനിക്ക് അറിയില്ല. എന്റെ ടെക്സ്റ്റില് പേജ് നമ്പർ 206 ആണ് കിടക്കണേ കേട്ടോ. 206. ഞാൻ ചാപ്റ്റർ 26 ആണ് കേട്ടോ. ചാപ്റ്റർ 26 പേജ് നമ്പർ 206 കേട്ടോ. ചാപ്റ്റർ 26 പേജ് നമ്പർ 184. 184. ഇത് പഴയ ടെക്സ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം. അപ്പൊ നമ്മുടെ ഈ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ജസ്റ്റ് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ജസ്റ്റ് ഫോൺ നമ്പർ പറഞ്ഞു തരാനോ അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ
അപ്പൊ അതിനൊക്കെ എന്തുണ്ട്, അതിന് പ്രോപ്പർ ആയിട്ട് ഓരോ റൂൾസ് ഒക്കെ ഉണ്ട് അല്ലെ. അല്ലാണ്ട് അവർ വെറുതെ ഇരുന്നിട്ട് ജസ്റ്റ് നോക്കിയിരിക്കുക അത് മാത്രമല്ല അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഒരു റിസപ്ഷൻ ഡെസ്കിലുള്ള ആളുകൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ, അതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ചു വിടാവുന്നുള്ളൂ, കാരണം നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് സ്റ്റോറി ആയിട്ടോ അങ്ങനെയൊന്നും പഠിക്കാനില്ല. ഇതിനകത്ത് ഓൾറെഡി എന്താണ് കൊടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, അതിന്റെ ആൻസർ വായിച്ചു തരിക കേട്ടോ. അങ്ങനെ നോക്കാം നമുക്ക്. അപ്പൊ ഒന്നാമത്തെ എന്താണ്, ഹൂ ഈസ് ദ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെ. ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആള് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മാനേജറും സിഇഒ അങ്ങനെ വലിയ വലിയ ലെവലിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇവിടെ എന്താണ് ആൻസർ, ദ റിസപ്ഷനിസ്റ്റ് ദ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്താണ് പറയുന്ന, ഒരു സ്ഥാപനത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ആരെയാണ്, ഒരു റിസപ്ഷൻ ഡെസ്കിലുള്ള ആളുകയാണ് അല്ലെ. കാരണം എന്താണ്, അവിടെ ഏറ്റവും കൂടുതലായിട്ട് ആ ഓർഗനൈസേഷനുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് ആർക്കായിരിക്കും, ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകൾ ആയിരിക്കും അല്ലെ. അവരാണ് മറ്റേ HR-ന്റെയോ മാനേജറിന്റെയോ ഒക്കെയോ ടൈം ഷെഡ്യൂൾ ഒക്കെ ചെയ്ത് ആളുകളെ കാണാനൊക്കെ സമ്മതിക്കുന്നൊക്കെ ഇവരായിരിക്കും. അപ്പൊ അവിടെ വരുന്ന കൂടുതൽ ആളുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരോടായിരിക്കും, ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളോടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്, ദ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആളുകൾ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, വാട്ട് മേക്ക് ദ റിസപ്ഷൻ ഡെസ്ക് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഇവിടെ റിസപ്ഷനുള്ള ആളുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പേഴ്സണൽ കോണ്ടാക്ട് എല്ലാവരുമായിട്ടും എന്ത് നമ്മൾ അല്ലെ, നിങ്ങൾ എന്തിനാണ് വന്നത്, എന്താണ് പർപ്പസ്, അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന അവരോടായിരിക്കും അല്ലെ, റിസപ്ഷനിലുള്ള ആളുകളോടായിരിക്കും. അതുകൊണ്ടാണ് അവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. വിസിറ്റേഴ്സിനോടും ഗസ്റ്റിനോടും എല്ലാം കൂടുതലായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ റിസപ്ഷൻ ഡെസ്കിലുള്ള ആളുകളായിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ദ റിസപ്ഷൻ ഡെസ്ക് ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് റിസപ്ഷൻ ഡെസ്കിലുള്ളവരാണ് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ഡൗൺ സം ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എക്സാം എന്ന് വെച്ചാൽ മോഡൽ എക്സാമിനും അല്ലാത്ത എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ്, ഒരു റിസപ്ഷൻ ഡെസ്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ്. ഒന്നാമത് എന്താണ്, വെൽക്കം ദ ഗസ്റ്റ് അല്ലെ, അവിടെ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കുക അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ അല്ലെ, അവരെ ആരെയൊക്കെ സ്വീകരിക്കുക. ഓഫർ ദം ഹെൽപ്പ്, അവർക്ക് എന്ത് സഹായമാണോ വേണ്ടത് അത് അവരോട് ചോദിക്കുക. അതാണ് ഒന്നാമതായിട്ട് റിസപ്ഷനിലുള്ള ആളുകളുടെ ഡ്യൂട്ടി. ഇനി അടുത്ത എന്താണ്, ആൻസർ ടെലിഫോൺ കോൾസ് എഫക്റ്റീവ്ലി അല്ലെ, വളരെ ഉത്തരവാദിത്തോടു കൂടി ടെലിഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, അതിനുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്, take down messages left by visitors and callers and pass them on the right persons as soon as possible അല്ലെ. അപ്പൊ ചിലപ്പോ റിസപ്ഷനിലൊക്കെ വന്ന ആളുകൾ പറയും അല്ലെ, ഇന്ന റൂമിൽ താമസിക്കുന്ന ആൾക്ക് ഒരു എന്താണ് ഒരു കൊറിയർ കൊടുക്കാനുണ്ട്, ഇതൊന്ന് കൊടുത്തേക്കാമോ, അല്ലെങ്കിൽ അവരോട് ഒന്ന് താഴേക്ക് ഇറങ്ങി വരാമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പല പല മെസ്സേജുകളൊക്കെ പറയും അല്ലെ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടി എന്താണ്, അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മറന്നുപോകലൊന്നുമല്ല, കറക്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മെസ്സേജ് പാസ് ചെയ്തേണ്ടതാണെങ്കിൽ അത് പാസ് ചെയ്യുക, അല്ലെങ്കിൽ കോൾസ് കണക്ട് ചെയ്യാനാണെങ്കിൽ അത് കണക്ട് ചെയ്യുക. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് അത്രയും പെട്ടെന്ന് അതൊക്കെ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നതാണ് ഈ റിസപ്ഷനിലുള്ള ആളുകളുടെ മറ്റൊരു ഡ്യൂട്ടി. ഓക്കെ, ഇനി എന്താണ്, അറ്റൻഡ് ടു റിട്ടീൻ എൻക്വയറീസ്. അതുപോലെ തന്നെ അവർ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഹോട്ടലാണ് എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇന്നിപ്പം രാവിലെ അല്ലെ നമ്മൾ റിസപ്ഷനിലുള്ള ആള് ഡ്യൂട്ടിക്ക് ചെല്ലുകയാണ്. അപ്പൊ അവർ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എത്ര പേരുണ്ട്, റൂമുകളിൽ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ റൂമിലും എത്ര ആളുകളുണ്ട്, എത്ര പേര് വെക്കേറ്റ് ചെയ്ത് പോയി അല്ലെ, ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് വിസിറ്റേഴ്സ് വരുന്നുണ്ടോ, അങ്ങനെ അവർ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ അവിടെ ജോലിക്കാരാണെങ്കിൽ ആരെങ്കിലും ഇന്ന് ലീവ് ഉണ്ടോ, അവരുടെ
അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഡെയിലി റുട്ടീൻ വർക്കുകൾ, റുട്ടീൻ എന്താണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റുട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഡെയിലി റുട്ടീനുകൾ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിച്ച് അത് കൺഫേം ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്ത എന്താണ്, ഹെൽപ്പ് ദ ഗസ്റ്റ് അല്ലെ, അവിടെ ഉള്ള ഗസ്റ്റുകളെ, ഹോട്ടലിലുള്ള വിരുന്നുകാരെ, ഗസ്റ്റുകളെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യണം. അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഹെൽപ്പ് ആണെങ്കിൽ അവർ ചെയ്തു കൊടുക്കണം. അതൊക്കെ ഈ റിസപ്ഷനിലുള്ള ആളുകളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്, വിത്ത് എൻക്വയറീസ് പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെ, അവിടുത്തെ ഗസ്റ്റിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് വേറെ എയർപോർട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് ഒരു അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് എമർജൻസി വന്നാലും അതൊക്കെ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആർക്കാണ്, ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് 5 ഡ്യൂട്ടി ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ഡൗൺ ദ ഐറ്റംസ് റിസപ്ഷനിസ്റ്റ് മസ്റ്റ് കീപ് ഓൺ ഹെർ ഡെസ്ക് ടു ഡു ഹെർ വർക്ക് ഇഫക്റ്റീവ്ലി. ഇനി ഇവര് ഡ്യൂട്ടീസ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ അല്ലെ, ആ റിസപ്ഷനിൽ അവർക്ക് അടുത്ത് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെ വസ്തുക്കളാണ് ആ ഒരു റിസപ്ഷൻ ഡെസ്കിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്, എന്തൊക്കെയാണ്? The receptionist should keep the following items on her desk to do her work effectively. അവരുടെ ആ ഒരു വർക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്തു തീർക്കുന്നതിന് എന്തൊക്കെ വേണം? എ ടെലിഫോൺ ഡയറക്ടറി അല്ലെ, ഒരു ടെലിഫോൺ ഡയറക്ടറി വളരെ അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ എമർജൻസി ഒക്കെ വരുമ്പോൾ അല്ലെ, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലെ നമ്പർ വേണം, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ നമ്പർ വേണം, അല്ലെങ്കിൽ അടുത്തുള്ള എന്തെങ്കിലും ഷോപ്പിലെ നമ്പർ, അങ്ങനെ എല്ലാം അവരുടെ ആ ഒരു ഡയറിയിൽ ഉണ്ടാവും അല്ലെ, ഒരു ഡയറക്ടറിയിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ടെലിഫോൺ ഡയറക്ടറി ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളുടെ കൈവശം ഒരു ഡയറക്ടറി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത എന്താണ്, ആൻ ഇൻഡെക്സ് ബുക്ക് ഓഫ് ടെലിഫോൺ നമ്പേഴ്സ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ റെഗുലർലി കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗ്യാസിന്റെ ആളുകളെ വിളിക്കാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ പ്ലംബറിന്റെ നമ്പർ, അങ്ങനെ നമുക്ക് എമർജൻസി ആയിട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന നമ്പർ, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് പെട്ടെന്ന് വേണം, അങ്ങനെ കുറച്ച് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറിയും എന്താണ് അവരുടെ അടുത്ത് സെപ്പറേറ്റ് ഉണ്ടാവണം. പിന്നെ എന്താണ്, ഇൻഫോർമേഷൻ അബൌട്ട് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് അല്ലെ, അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ, അവർക്ക് അവിടെയുള്ള ഗസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് സീയിങ് അല്ലെ, കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന കുറച്ച് ഏരിയയും സ്പോട്ടും ഒക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, എ റെയിൽവേ ടൈം ടേബിൾ അല്ലെ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ ട്രെയിനുകളാണ് റെഗുലർലി പോകുന്നത്, അതിന്റെ സമയമൊക്കെ അവർ സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എന്താണ്, ഇന്റർനാഷണൽ ടെലിഫോൺ ഡയറക്ടറി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ടെലിഫോൺ ഡയറക്ടറിയും അവിടെ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ വലിയ വലിയ VIP ഗസ്റ്റുകളൊക്കെയാണ് അവിടെ റൂം എടുക്കാനൊക്കെ വരുന്നെങ്കിൽ അവരെന്തെങ്കിലും ഒരു ടെലിഫോൺ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ ചോദിച്ചാൽ എന്താണ് അവർ ചെയ്തു കൊടുക്കാൻ റെഡി ആയിരിക്കണം അല്ലെ. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡയറക്ടറിയും എന്താണ് അവരുടെ ആ ഒരു ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് വേണം, ഫ്ലൈറ്റ് ഷെഡ്യൂൾ അല്ലെ, അവിടുത്തെ എന്താണ് എയർപോർട്ടിലെ ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഉണ്ട്, ഡെയിലി ഉള്ള ഫ്ലൈറ്റുകൾ, അതിന്റെ സമയം അല്ലെ, അവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എന്ത് വേണം നമ്മുടെ ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകളുടെ അടുത്ത് ഉണ്ടാവണം അല്ലെ. പിന്നെ എന്താണ്, ഫോംസ് ആൻഡ് ബ്രോഷേഴ്സ് ലൈക്ക് റിസർവേഷൻ വൗച്ചർ ഫോംസ് എക്സെട്ര ആൻഡ് ഓഫീസ് റിസപ്ഷനിസ്റ്റ് വിൽ ഓൾസോ നീഡ് അല്ലെ. അതുപോലെ തന്നെ ബ്രോഷറുകൾ അല്ലെ, നമ്മൾ എന്തെങ്കിലും സ്ഥാപനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ വേറെ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഇപ്പോൾ ഒരു ഗസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അതിനുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാവണം. പിന്നെ എന്ത് വേണം, ആൻഡ് അപ്പോയിന്റ്മെന്റ് ഡയറി അല്ലെ, അവിടെ നമുക്ക് ഇന്ന് എത്ര റൂം ഉണ്ട് അല്ലെ, ഇന്നിപ്പോ ആരെങ്കിലും വന്നാൽ നമുക്ക് എക്സ്ട്രാ റൂം അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ആരൊക്കെ ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ HR മീറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമോ, അവരെപ്പോഴാണ് അവിടെ അവൈലബിൾ ആയിരിക്കുക, അങ്ങനെ ഒരു എന്താണ് അപ്പോയിന്റ്മെന്റ് ഡയറി. അങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ പക്കൽ ഉണ്ടാവണം, ആ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്, എ ലിസ്റ്റ് ഓഫ് സ്റ്റാഫ് ഓൺ ലീവ് ആൻഡ് ടൂർ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അല്ലെ, ഇപ്പൊ കിച്ചണിലേക്ക് ഇന്ന് എത്ര പേരുണ്ടാവും, ആരെങ്കിലും ലീവ് ഉണ്ടോ, അതുപോലെ ക്ലീനിങ്ങിന് വരുന്ന ആൾക്കാർ വന്നിട്ടുണ്ടോ, അതുപോലെ ഗാർഡനിങ്ങിലുള്ള ആളുകളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകളുടെ എണ്ണം, ലീവ് ആയിട്ടുള്ളവരുടെ എണ്ണം, ഇതൊക്കെ ആരാണ് അറിയേണ്ടത്, അവിടുത്തെ റിസപ്ഷനിലുള്ള ആളുകളുടെ ഡ്യൂട്ടിയാണ്.
അതായത് ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മാനേജറൊക്കെ വരുമോ അല്ലെ, ഇന്ന് ആരൊക്കെ ലീവ് ഉണ്ടെന്ന് നോക്കാൻ അവരൊന്നും വരില്ല. ഇവര് ചോദിക്കുകയാണെങ്കിൽ ഇവരിന്ന് കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ആൻസർ കൊടുക്കാനായിട്ട് ഇവര് റെഡി ആയിരിക്കണം അല്ലെ. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്ത് വേണം, ഈ റിസപ്ഷനിലുള്ള ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകളുടെ ടേബിളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? ഒരു ഡയറക്ടർ വേണം, ഒരു ടെലിഫോൺ ഡയറക്ടറി വേണം, പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് കോൺടാക്ട് നമ്പേഴ്സുകൾ വേണം, പിന്നെ ഒരു റെയിൽവേ ടൈം ടേബിൾ വേണം, ഫ്ലൈറ്റ് ഷെഡ്യൂൾ വേണം, അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഡയറക്ടർ വേണം, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ മെയിൻ റിക്വയർമെന്റ് ഓഫ് എ റിസപ്ഷനിസ്റ്റ് ജോബ് അല്ലെ. ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ ഡ്യൂട്ടിക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ കണ്ടു അല്ലെ. ഇനി അയാൾ എങ്ങനെയുള്ളതായിരിക്കണം അല്ലെ. നമ്മൾ പറയില്ലേ ഭയങ്കര വിനയമുള്ള കുട്ടിയാണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ ആ ഒരു ജോബിന് വേണ്ടത് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? കോർട്ടസി ആൻഡ് ഗുഡ് മാനേഴ്സ് അല്ലെ. അതായത് വളരെ വിനയത്തോടു കൂടി വരുന്ന ഗസ്റ്റുകളെ വെൽക്കം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഗ്രീറ്റ് ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ്, നല്ല രീതിയിലുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് ഒരു റിസപ്ഷൻ ഡെസ്കിലുള്ള ആളുകളുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, the two prime requirements of a receptionist job. അപ്പൊ എന്തൊക്കെയാണ്? കോർട്ടസി ആൻഡ് ഗുഡ് മാനേഴ്സ് അല്ലെ. വളരെ വിനയത്തോടു കൂടി സംസാരിക്കുക, വളരെ മാന്യമായ പെരുമാറ്റം. ഈ രണ്ട് കാര്യങ്ങളും ആർക്ക് വേണം? റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഹൗ ഷുഡ് എ റിസപ്ഷനിസ്റ്റ് ബിഹേവ് വിത്ത് ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. അവിടെ വരുന്ന വിസിറ്റേഴ്സിനോടും ഗസ്റ്റിനോടും ഒക്കെ ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് പെരുമാറേണ്ടത്? എങ്ങനെയാണ് പെരുമാറേണ്ടത്? ദ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് കോർട്ടിയസ്ലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി ബൈ എ റിസപ്ഷനിസ്റ്റ് അല്ലെ. ചിലപ്പോൾ നമുക്ക് ഭയങ്കര വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഗസ്റ്റുകളൊക്കെ വരും അല്ലെ. ചിലപ്പോൾ അവർ അധികം ഒന്നും സംസാരിക്കില്ല, റൂമുണ്ടോ ഉണ്ട് നമ്പർ എത്രയാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ പോകും. അപ്പൊ നമ്മളോട് പെരുമാറിയതുപോലെ തന്നെ തിരിച്ചു പെരുമാറാൻ പറ്റും ഇല്ല. നമ്മൾ അപ്പോഴും എന്ത് ചെയ്യണം? വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ എസ് സാർ, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിനയത്തോടു കൂടി നല്ല ഗുഡ് മാനേഴ്സോട് കൂടി വേണം അവരെ സ്വീകരിക്കാനായിട്ട് അല്ലെ. ചിലപ്പോൾ നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന വിസിറ്റേഴ്സും ഉണ്ടാവും. അപ്പൊ ആരായാലും നമ്മളോട് ദേഷ്യപ്പെടുന്നവരായാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബിഹേവിയർ എങ്ങനെയായിരിക്കണം? ഒരു റിസപ്ഷനിസ്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഷുഡ് ബി ട്രീറ്റഡ് കോർട്ടേഴ്സ്ലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി. അവരുടേതായ ആ ഒരു രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ റിസപ്ഷനിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണണ്ട കേട്ടോ. കുറച്ച് ഈ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും ചോദിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ. ഈ ഒരു ചാപ്റ്ററിനെ വെച്ചിട്ട് വേറെ ഒന്നും ചോദിക്കാനില്ല. അപ്പൊ എന്തായാലും ഇതിനകത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും എപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി, റിസപ്ഷൻ ഡെസ്കിൽ എന്തൊക്കെ ആവശ്യമാണ്, അതുപോലെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്ന് നോക്കാം. ഒരുപാട് നോക്കണ്ട, കാരണം നിങ്ങൾക്ക് എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നാളെ 2 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എക്സാമിന്, മോഡൽ എക്സാമിനുള്ള പോർഷൻസ് നമുക്കൊന്ന് എത്തിച്ചിട്ട് നമുക്ക് ആ അത്രയും എടുത്ത ചാപ്റ്റേഴ്സ് എന്തോരാണെന്ന് ഞാൻ പറയാം. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതായി. ഓക്കെ, അതിനുശേഷം നമുക്ക് തീരാത്തത് നമുക്ക് പിന്നീട് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം നമുക്ക് ഇതിനകത്ത് ഈ പാസേജിൽ നിന്ന് കൊടുത്തിട്ടില്ലേ, ഇവിടെ ഈ ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 1, 2, 3 ഒരു 4 ചാപ്റ്ററും കൂടെ ഇനി തീരാനാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു 2 ചാപ്റ്ററോ ഒക്കെ നമുക്ക് നാളെയൊക്കെ ആയിട്ട് തീർക്കാം. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ റിസപ്ഷൻ ഡെസ്കിൽ നിന്നും ഒരു 2 ചാപ്റ്റർ വേണം. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ അതെടുത്തത്. അതും നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നാളെ ചാപ്റ്റേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് എത്ര എണ്ണമാണ് മോഡൽ എക്സാമിന് ഞാൻ ഇടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാം കൂടെ എടുത്ത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എടുത്തത് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ എടുത്ത ഈ റിസപ്ഷനിസ്റ്റിന്റെ അത് വായിച്ചു നോക്കുക കേട്ടോ. കാരണം മറ്റുള്ള പോയട്രിയും പോയിംസ് ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ഇത് ഗൈഡിൽ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇതിനകത്ത് മലയാളത്തിലുള്ള മീനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കും, എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ടോ എന്തെങ്കിലും ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ മീനിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ അടുത്ത് പിറ്റേ ദിവസമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്.
അത് ഈ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇംഗ്ലീഷിൽ തന്നെ എഴുതണ്ടേ? എഴുതണം, ഇംഗ്ലീഷ് തന്നെ എഴുതണം. മലയാളത്തിന്റെ മീനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇല്ലില്ല, ഇത് നമ്മൾ ലാംഗ്വേജ് അല്ലേ, അപ്പൊ നമുക്ക് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണ്ടേ. സബ്ജക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ ഉറപ്പായും ഇംഗ്ലീഷിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളതെന്ന് ഞാൻ പറയാം. മോഡൽ എക്സാമിന് ഞാൻ പറയണതിനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഇടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, അതോർത്ത് ടെൻഷൻ അടിക്കണം കേട്ടോ. പക്ഷെ എടുത്തത്രയും നമ്മൾ എന്തായാലും എക്സാമിന് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഏതൊക്കെയാ ഉള്ളതെന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Thank you, miss. Thank you.